ഹലോ, വെൽക്കം ടു ലിറ്റിൽ അവനാസ് ലൈഫ് കോച്ച് വിത്ത് ലവ്. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു അപ്രീസിയേഷൻ്റെ കാര്യത്തിനെ പറ്റി, അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്രീസിയേഷൻ മറ്റൊരാൾക്ക് നൽകാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. ഒരു കുട്ടി വെൽ അപ്രീഷിയേറ്റഡ് ആയിട്ട് വളർന്നു കഴിഞ്ഞാൽ അവൻ ആ വീടിനും ആ നാടിനും നന്മ മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളായി മാറും എന്നുള്ളതിൻ്റെ ഒരു സംശയവുമില്ല, ഉറപ്പാണ്. അതേസമയം എന്തിനും ഡിസ്കറേജ് ചെയ്യുന്നൊരു കാര്യത്തിലൂടെ പോകുന്ന കുട്ടിയുടെ മനസ്സ് വല്ലാതെ ടോർച്ചേർഡ് ആകും. അപ്പോൾ എന്താ പറയുക, ആസ് പേരൻസ് നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്താലും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം എവ്രി വർക്ക് ഓർ എവ്രി മൂവ് ഇസ് സംതിങ്, അതൊരു ഒരു വർക്കിൻ്റെ ഒരു പെയിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചിലപ്പോൾ അവർ ചെയ്യുന്നത് നന്നായില്ലായിരിക്കാം. അവർ ഒരു പടം വരച്ചുകൊണ്ട് വന്നു, ചിലപ്പോൾ നമ്മുടെ വിചാരം എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മിക്കി മൗസിനെ വരച്ചുകൊണ്ട് വന്നു. നമ്മുടെ മനസ്സിലൊരു മിക്കി മൗസ് ഉണ്ട്, അപ്പോൾ അവൻ വരച്ചുകൊണ്ട് വന്നത് മിക്കി മൗസിനെ പോലെ ആയില്ല. ബട്ട് വി ഷുഡ് അപ്രീഷിയേറ്റ്, ഓ വണ്ടർഫുൾ എന്ന് പറയുക. പിന്നെ അതിൻ്റെ പുറകെ പറയുക, യു ക്യാൻ മേക്ക് ഇറ്റ് ബെറ്റർ എന്നുകൂടെ പറയുക. ഈ ഒരു രണ്ട് വാക്കുകളാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം ഹി വിൽ ഡു ഇറ്റ് ആസ് ബെറ്റർ ആൻഡ് ഫൈനലി ഹി വിൽ മേക്ക് ഇറ്റ് ബെസ്റ്റ്. അപ്പോൾ അതാണ് ഒരു നിയമം എന്ന് പറയുന്നത്. അപ്പം ഈ കുട്ടികളുടെ ഈ അന്തർലീനമായി കിടക്കുന്ന വാസനകളെ എങ്ങനെ കണ്ടെത്തുമെന്ന് കുറേ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ ഞാൻ പറയും, അത് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് പേരൻസും ടീച്ചേഴ്സുമാണ്. ബട്ട് നൗ ഡേയ്സ് ആർക്കും അതിന് സമയമില്ല, അല്ലേ? എല്ലാവരും അണ്ടർ ഹ്യൂജ് പ്രഷറിലാണ്. അപ്പോൾ കുട്ടിയുടെ കാര്യം കുട്ടി തന്നെ നോക്കാനാണെങ്കിൽ പറയാനുള്ള ഒരു കാര്യം, ലീഡ് എ പീസ്ഫുൾ ആൻഡ് എ ട്രൂത്ത്ഫുൾ ലൈഫ്. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ഡോണ്ട് കോംപ്രമൈസ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു സമയത്ത് വെൻ യു ആർ എലോൺ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന്. ഇത് പറയുമ്പോൾ കുറച്ച് സൂപ്പർ ഫ്ലോസ് ആയിട്ട് തോന്നാം, ബട്ട് ഐ ആം എക്സ്പീരിയൻസ്ഡ്. ഐ ഹാവ് ദ എക്സ്പീരിയൻസ് ഓഫ് ഹിയറിങ് ഫ്രം ദ ഹാർട്ട്. എന്താണ് പറയുക, ഒരു സമയത്ത് വളരെയധികം ടെൻഷനസ് ആയിട്ട് ഐ ഹാവ് ആസ്ക്ഡ് ദ യൂണിവേഴ്സ്, ഇത്രയും നാളത്തെ ഒരു ട്രൂത്ത്ഫുൾ ആയിട്ട് ലൈഫ് കൊണ്ട് എന്താണ് കിട്ടിയൊരു മെച്ചം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മെല്ലെ മൈ ഹാർട്ട് മർമേർഡ്, സ്റ്റാർട്ട് റൈറ്റിംഗ്. അപ്പോൾ ഞാനിങ്ങനെ പെർപ്ലെക്സ്ഡ് ആയി, ഹൗ ഐ ക്യാൻ റൈറ്റ്, ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ് ഇൻ സ്കൂൾ ഓർ കോളേജസ്, ഒന്നും എഴുതിയിട്ടില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്. ബട്ട് ഐ ഹാവ് അറ്റംപ്റ്റഡ് ആൻഡ് അപ്പം I have got this encouragement. നമുക്ക് അതിലേക്ക് തന്നെ തിരിച്ചു വരാം. I have got this encouragement from my partner. He said when it is combined we can make it as a book എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് എൻ്റെ എഴുത്തെന്ന് പറയുന്ന ഒരു സബരിയ ആരംഭിച്ചു. അങ്ങനെ ദ ഫസ്റ്റ് ബുക്ക് ദ സ്മോൾ ഫിംഗർ ഓഫ് ഹിം പ്രസിദ്ധീകരിച്ചത്. അപ്പം അങ്ങനെ ഓരോ കുട്ടിയും യുണീക്കാണ്. അവൻ്റെ കഴിവുകൾ കണ്ടെത്തുക എന്നുള്ളത് ഇറ്റ്സ് എ ടീഡിയസ് ടാസ്ക്. അത് ഇല്ലാതെ പായുന്ന ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. ക്വൈറ്റ് ഡിസപ്പോയിൻറ്റിങ്. അപ്പോൾ അത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. ഇഫ് യു ആർ ഹാവിങ് ദാറ്റ് good life means one day it will get revealed for sure. Thank you so much.